ഹായ്, കിച്ചൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ മരിച്ചിനിയും ചിക്കനും വെച്ച് ഒരു മരിച്ചിനി ബിരിയാണി ഉണ്ടാക്കാൻ പോവുക. ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബും തരിക. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുമ്പോൾ നന്നായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ആഡ് ചെയ്യാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി എന്നിവ ഇതിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് നല്ലതുപോലെ വഴറ്റാം. വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് ആഡ് ചെയ്ത് നന്നായി വഴറ്റിയതിന് ശേഷം ഇത് നല്ലതുപോലെ വഴറ്റി സവാളയെല്ലാം നല്ലതുപോലെ ഇങ്ങനെ ഉടഞ്ഞു വരണം. ഇങ്ങനെ വഴറ്റിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയും ഇതിലേക്ക് ആഡ് ചെയ്ത് ഇത് മസാലകളുടെ പച്ച ചുവ മാറുന്നത് വരെയും അത് നന്നായി മൂത്ത് വരുന്നത് വരെയും നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇവിടെ നന്നായി ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ പരുവായിട്ടുണ്ട്. ഇങ്ങനെ ആയതിനു ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിൽ 400 ഗ്രാം ചിക്കൻ ഉണ്ടാവും, 1/2 കിലോ തികച്ചില്ല. ആ ചിക്കനും ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി വഴറ്റി ഈ മസാലകളെല്ലാം ചിക്കനിൽ കോട്ട് ചെയ്യുന്ന രീതിയിൽ നന്നായി വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോ മരിച്ചിനിയുണ്ട്. ഇതിൽ 1/2 കിലോ മരിച്ചിനി ഞാൻ മുറിച്ച് വെച്ചിരിക്കുകയാണ്. ആ മരിച്ചിനിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് ചിക്കനും ആ മസാലയും മരിച്ചിനി എല്ലാം കോട്ട് ചെയ്ത് വരുന്ന രീതിയിൽ നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർക്കാം. 1/2 ഗ്ലാസ് വെള്ളം ചേർക്കുന്നത് ചിക്കനിൽ നല്ല വെള്ളം ഇറങ്ങും. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുമ്പോൾ ഈ മരിച്ചിനി വേവും ചിക്കൻ വേവും എല്ലാം പാകമായിരിക്കും. ഇനി ഞാൻ ഇതിനെ അടച്ചു വെച്ച് വേവിക്കുകയാണ്. അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ചിക്കനിൽ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, എങ്കിലും ചിക്കനോ മരിച്ചിനിയോ നന്നായി വെന്തിട്ടില്ല. അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഞാൻ ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർക്കുകയാണ്. വെള്ളം ചേർത്തതിന് ശേഷം വീണ്ടും ഞാനിത് അടച്ചു വയ്ക്കുകയാണ്. അടച്ചു വെച്ച് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ചിക്കനും മരിച്ചിനിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇത് നന്നായി ഇളക്കി ഇതിൻ്റെ ഉപ്പെല്ലാം നോക്കി, ഉപ്പെല്ലാം കറക്റ്റായിരുന്നു, വേവെല്ലാം പാകമായിട്ടിരുന്നു. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇവിടെ ചിക്കൻ മരിച്ചിനി ബിരിയാണി തയ്യാറാണ്. സൂപ്പർ ടേസ്റ്റ്. എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും തരിക. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്ക് നന്ദി.